ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് വേ പ്രോട്ടീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വേ പ്രോട്ടീൻ ആസ് എ ടോപ്പിക് ഞാൻ ഈ വീഡിയോയിലൂടെ മാത്രം കവർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിത്സാണ് അതിനെ റിവോൾവ് ചെയ്യുന്നത്. കാരണം അത് സ്റ്റിറോയിഡ്സ് ആണെന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതെടുത്ത് കഴിഞ്ഞാൽ ഹാംഫുൾ ആണെന്നും പറയുന്നുണ്ട് ചിലവർ. അല്ലെങ്കിൽ ഭൂരിഭാഗം വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മിസ്റ്റീരിയസ് പില്ലാണ്, അത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോഡി വരും എന്നൊക്കെയാണ് ആൾക്കാർ പൊതുവെ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ ഞാൻ ആൾക്കാർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരാം. അതായത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നാച്ചുറൽ സപ്ലിമെന്റ് ആണെന്നുള്ള ആസ്പെക്റ്റിൽ എല്ലാവർക്കും ഒരു ഐഡിയ കൊണ്ടുവരാനാണ് ബേസിക് വീഡിയോന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേ പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാവണേന്ന് മനസ്സിലാക്കണം. ഇപ്പം മിൽക്ക് മാനുഫാക്ചേഴ്സൊക്കെ അവർ ഇപ്പം ചീസ് അതിനെ എക്സ്ട്രാക്ട് ചെയ്യണ പ്രോസസ്സിൽ, ഇപ്പം ചീസ് മേക്കിംഗ് പ്രോസസ്സിൽ മിൽക്കിൽ നിന്ന് ചീസ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ചീസ് കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്. അപ്പോൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കി ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് വാട്ടർ ആയിട്ടുള്ള ഒരു എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കുറേ കാലങ്ങൾക്ക് അവർ എന്താ വെച്ചെങ്കിൽ വേസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ യൂസ് അറിയാണ്ട് മാനുഫാക്ചേഴ്സ് അത് വേസ്റ്റ് ആയിട്ട് കളയുമായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലാക്കി അതിൽ നന്നായിട്ട് പ്രോട്ടീൻ ഉള്ള കണ്ടന്റ് കംപ്രൈസ് ചെയ്യണ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഒരു എലമെന്റ് ആണ് അത്. അപ്പൊ ഈ ഒരു പാർട്ടിക്കിളിനെയാണ് അവർ കൺവേർട്ട് ചെയ്ത്, അതാണ് ബേസിക്കലി വേ പ്രോട്ടീൻ. അപ്പൊ നമുക്ക് മനസ്സിലായി കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കും അപ്പോൾ ആർട്ടിഫിഷ്യൽ ആണ്. ഇത് ഹാംഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് കൺസംഷനും ഈക്വലി ഹാംഫുൾ തന്നെയാണ്. അപ്പൊ ബേസിക്കലി മിൽക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മുടെ മസിൽ സെൽസ് ഭയങ്കരമായിട്ട് ഡാമേജ്ഡാവും. ആ ഡാമേജ് ചെയ്തൊരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിപ്പയർ ചെയ്യണം. ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ ഡാമേജ് ചെയ്യുന്ന മസിൽ സെൽസിനെ റിപ്പയർ ചെയ്താലേ അത് വീണ്ടും ഗ്രോ ആവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് പറയുന്നത് മസിൽ പ്രോട്ടീൻ സിന്തസിസ്. അത് വർക്കൗട്ട് കഴിഞ്ഞാൽ ആ ഒരു റിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ മസിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയും, അഥവാ MPS എന്ന് ഷോർട്ട് ഫോമിൽ. അപ്പോൾ ഈ MPSനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അമിനോ ആസിഡ് വേണം. വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് അമിനോ ആസിഡ് വേണ്ടത് എന്ന് പറയുന്നത് ലൂസീൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് ആണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വേ പ്രോട്ടീനിൽ കണ്ടിട്ടുണ്ട്. ഈ വേ പ്രോട്ടീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ചിക്കനിലും കണ്ടിട്ടുണ്ട്, നമ്മൾ എഗ്സിലും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിഷിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലൂസീൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ആണ് ഈ MPSനെ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. MPS പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക തീർന്നാൽ മാത്രമാണ് നമ്മുടെ മസിൽസ് പ്രോപ്പറായിട്ട് റിപ്പയർ ആവുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു വർക്കൗട്ടിന് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീപ്ലിനിഷ് ആവുള്ളൂ എന്ന് പറയും. അപ്പോൾ അതാണ് ബേസിക്കലി MPS എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അതിനാവശ്യമുള്ളൊരു അമിനോ ആസിഡ് നമ്മുടെ വേ പ്രോട്ടീനിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള അമിനോ ആസിഡ് നമ്മുടെ ഈ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഫുഡിലൂടെ നമ്മൾ ഇൻടേക്ക് ചെയ്താൽ ഈക്വലി കിട്ടും. പക്ഷെ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ വേ പ്രോട്ടീൻ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ എപ്പോൾ നോക്കിയാലും ആൾക്കാർ കൂടുതൽ വേ പ്രോട്ടീനിലേക്ക് പ്രിഫർ ചെയ്യുന്നത്. അല്ലാണ്ട് വേ പ്രോട്ടീൻ ഒരു രീതിയിൽ ഒരു സൂപ്പർഫിഷ്യൽ എലമെന്റ് ഇല്ല. പ്രോട്ടീൻ എടുത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. ഈക്വലി ട്രെയിൻ ചെയ്യുക, ന്യൂട്രീഷൻ പ്രോപ്പർ ആക്കുക. വേ പ്രോട്ടീൻ എടുത്തില്ലെങ്കിലും ഈക്വൽ എഫക്റ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ സാധാ ഫുഡ് ഇൻടേക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ എടുത്തില്ലെങ്കിലും സെയിം എഫക്റ്റ് തന്നെയാണ്. MPS അവിടെ നടക്കും. പക്ഷെ കുറച്ചുകൂടി ഫാസ്റ്റ് ഡൈജസ്റ്റിംഗ് ആയിട്ട് അമിനോ ആസിഡ്സിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ, നിങ്ങളുടെ ബ്ലഡ് സെൽസിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് വേ പ്രോട്ടീൻ. അതാണ് ജസ്റ്റ് ഒരു ഡിസ്റ്റിങ്വിഷിങ് എലമെന്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് നമുക്ക് വേ പ്രോട്ടീനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ടൈപ്സ് ഓഫ് വേ പ്രോട്ടീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വേ കോൺസെൻട്രേറ്റും ഉണ്ടാവും, വേ ഐസൊലേറ്റും ഉണ്ടാവും. അപ്പോൾ രണ്ടിലും ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ വേ കോൺസെൻട്രേറ്റ് ആണ് ഭൂരിഭാഗം എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ പ്യൂർലി പ്രോട്ടീൻ ഫോക്കസ്ഡ് ആവും. അപ്പോൾ കാർബ്സും ഫാറ്റും ആസ് എ മാക്രോ എന്ന് പറയുന്നത് അതിൽ വളരെയധികം കുറവാകും. കോൺസെൻട്രേറ്റിലാകുമ്പോൾ കാർബ്സും ഫാറ്റും ആസ് എ മാക്രോ കുറച്ച് കൂടുതലാവും. അപ്പോൾ കോൺസെൻട്രേറ്റ് ഹാസ് സ്ലൈറ്റ്ലി മോർ കാലറീസ് ആണ് ഐസൊലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടിലും നമ്മൾ മേജർ ഡിഫറൻസ്. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് ഒരാളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസൊലേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി പ്രോട്ടീൻ ഫോക്കസ് ആണ്, കുറച്ചുകൂടി കാലറീസ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ഫാറ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത്ര ഭയങ്കര കാലറി ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ ഐസൊലേറ്റ് കുറച്ചുകൂടി പ്രിഫേർഡ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഐസൊലേറ്റ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് സാധാ കോൺസെൻട്രേറ്റ് വേ പ്രോട്ടീനേക്കാൾ. ഇതാണ് രണ്ടെണ്ണം, ഐസൊലേറ്റും കോൺസെൻട്രേറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉള്ളത് വേ ഹൈഡ്രോസിലേറ്റ് ആണ്. അപ്പോൾ ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല. മീൻസ് ഞാൻ കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ലേ. തന്നെ ഒരു പെർ ഡേ തന്നെ മൾട്ടിപ്പിൾ ട്രെയിനിങ് സെഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റിക്കവറി എന്ന് പറയുന്നത് നമുക്ക് മെയിൻ തിങ്സ് ആണ്. കാരണം
ബെറ്റർ പെർഫോമൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് റിക്കവറി. പിന്നെ അതുപോലെ ഫാസ്റ്റ് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനും വേണം അവരുടെ റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ. സാധാ ഒരു കമ്മ്യൂണിറ്റീസിൽ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ അധികം ആൾക്കാർക്ക് അത് അറിയില്ല ഇങ്ങനെ ഹൈഡ്രോസിലേറ്റ് ടൈപ്പ് ഓഫ് വേ പ്രോട്ടീൻ ഉണ്ടോയെന്ന്. അപ്പോൾ ഭൂരിഭാഗം രണ്ടെണ്ണം നമ്മുടെ പൊതുവായിട്ട് നമ്മുടെ ജനറൽ നോളജിൽ സബ്സിസ്റ്റ് ചെയ്യണത് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റും ഐസൊലേറ്റും ആണ്. അപ്പോൾ ഇതാണ് വേ പ്രോട്ടീനെ പറ്റിയിട്ടേക്ക് പറയാനുള്ളത്. ഇപ്പോൾ വേ പ്രോട്ടീൻ ഇനി എന്തെങ്കിലും ഇങ്ങനെ മിത്ത് റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക. വേ പ്രോട്ടീൻ ജസ്റ്റ് ഒരു നാച്ചുറൽ സപ്ലിമെന്റ് തന്നെയാണ്. അതിൽ യാതൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് വലിയ കൺസിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. കാരണം കുറേ ഹൗസ് ഹോൾഡ്സിൽ ഇപ്പോഴും കുട്ടികളെ വേ പ്രോട്ടീൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ ആദ്യം ഞാൻ 16 ആയപ്പോൾ എന്നെ വേ പ്രോട്ടീൻ എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. കാരണം അത് വേണ്ട, അത് പ്രശ്നമാണെന്നൊക്കെ കൊണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു ബെറ്റർ ക്ലാരിറ്റി കൊടുത്തപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇതാണ് അപ്പോൾ വേ പ്രോട്ടീൻ. അപ്പോൾ പിന്നെ ഒരു അൺനാച്ചുറലായിട്ട് കാണുന്നതിൽ അത് മീനിങ്ലെസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ബെറ്റർ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുടെ സ്റ്റേ ട്യൂൺഡ്.